കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. വളരെ അപ്രതീക്ഷിതമായുള്ള സന്ദീപിന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ച് പല നേതാക്കളും പ്രതികരിച്ചിരുന്നു. എന്നാൽ സന്ദീപിന്റെ മുന്നണി മാറ്റത്തിന് പിന്നിലെ കാരണം മറ്റൊന്നാണെന്നാണ് CPM നേതാവിന്റെ വിലയിരുത്തൽ. BJP ബന്ധം ഉപേക്ഷിച്ച് സന്ദീപ് വാര്യർ ഒരു മുന്നണി മാറ്റത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അത് CPM-ൽ ആയിരിക്കുമെന്ന പ്രതീക്ഷ CPM-ഉം CPM-നുള്ളിലെ പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പ്രവേശിച്ചത്. ഈയൊരു സാഹചര്യത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ രംഗത്ത് വന്നിരുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ BJP കോൺഗ്രസ് ഡീൽ കൂടുതൽ വ്യക്തമായെന്നും ഇനി UDF സ്ഥാനാർത്ഥി എപ്പോൾ BJP-യിൽ ചേരുമെന്ന് നോക്കിയാൽ മാത്രം മതിയെന്നുമായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. അഴീക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം സന്ദീപ് വാര്യരുടെ മുന്നണി മാറ്റത്തെ ഇത്തരത്തിൽ വിലയിരുത്തിയത്. LDF വിജയം ഉറപ്പായപ്പോഴാണ് കോൺഗ്രസ് BJP-യെ കൂടുതൽ ആശ്രയിക്കുന്നത്. LDF മുന്നേറ്റത്തിൽ കോൺഗ്രസ് അങ്കലാപ്പിലാണ്. പാലക്കാട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ P. സരിൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുമാണ് EP ജയരാജന്റെ അഭിപ്രായം. ഇപ്പോൾ അത് ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പോഴാണ് BJP-യിൽ പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ് BJP ഐക്യമാണ് ഇതിനടിസ്ഥാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് വിജയിക്കുമെന്ന് വന്നപ്പോൾ കോൺഗ്രസ് അങ്കലാപ്പിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ BJP-യെ കൂടുതൽ ആശ്രയിക്കുന്നു. BJP നേതാക്കൾ ഇപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാട്ടെ ജനങ്ങൾ സംശുദ്ധ രാഷ്ട്രീയത്തെ സംരക്ഷിക്കണം, അതിനുവേണ്ടി വോട്ട് ചെയ്യണം. അതിനുവേണ്ടി പാലക്കാട് ഡോക്ടർ സരിൻ നല്ല വിജയം കൊടുക്കാൻ അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം സന്ദീപ് വാര്യർ BJP വിട്ടത് നന്നായെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർട്ടി നിലപാടെടുക്കൂ. ഒരാൾ ഇങ്ങോട്ട് വരുന്നതോ പോകുന്നതോ അല്ല പ്രശ്നം. ഇന്നലെ വരെ നിൽക്കുന്ന നിലപാടിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം ചേരുന്നവരെ സ്വീകരിക്കും. ഭൂതകാലം മാത്രം നോക്കി നിലപാടെടുക്കാറില്ല. നിലപാട് വ്യക്തമാക്കിയാൽ അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും. സരിന്റെ കാര്യത്തിലെടുത്ത നിലപാട് അതാണെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനിടെ സന്ദീപ് വാര്യർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുമായി ഇടത് സൈബർ കേന്ദ്രങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ കൊമ്പുകോർത്ത സന്ദീപ് വാര്യരും കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാലയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുവെന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ ജ്യോതികുമാർ ചാമക്കാലയെ തെമ്മാടിയെന്ന് വിളിക്കുകയായിരുന്നു. തുടർന്ന് വലിയ തർക്കമാണ് രണ്ടുപേരും തമ്മിൽ നടന്നത്. ഇനി എന്തായാലും എതിർത്ത് നിന്ന് ചീത്ത വിളിക്കേണ്ട, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരസ്പരം വാക്കുകളുടെ നിഘണ്ടു വിപുലീകരിക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു, ഇതാണോ ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചോദിച്ച സന്ദീപ് വാര്യരെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആനയിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് പരിഹാസത്തോടൊപ്പം വിമർശനവും അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്.